ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പം നാളത്തെ വ്ളോഗുകളിലൊക്കെ ഞാനെല്ലാം റെഡിയാക്കി, പിന്നെ എനിക്ക് ലൈവായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ അത്ര ധൈര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇച്ചിരി നിങ്ങളോട് സംസാരിച്ച് ഇച്ചിരി ധൈര്യമൊക്കെ ഞങ്ങൾക്ക് വന്നു തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ഈ ഉപ്മയ്ക്ക് വേണ്ടിയ കാര്യങ്ങൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് ഗ്രീൻ ചില്ലി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 3 എണ്ണം. പിന്നെ കരിയാപ്പിലയുണ്ട്, ഒരു തണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം, ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, കുറവ് ആഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ഓക്കെ. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ക്യാരറ്റ്, ഒരു ക്യാരറ്റ് ആണെങ്കിൽ അതിന്റെ ഹാഫായിട്ട് മുറിച്ചിട്ട് ഞാൻ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഇതിനകത്ത് എല്ലാ സീഡ്സും ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ തെമു ഖത്തർ എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ ഉണ്ട്. ഇവിടെ തെമു ഖത്തറിൽ നല്ല മേടിച്ച, ഞാൻ ലുലുലോ സഫാരിയിലോ എവിടെയോ പോയപ്പോ അവിടെ ഇങ്ങനെ കിട്ടി. നല്ല വില കുറഞ്ഞ 10 റിയാലോ അങ്ങനെ അങ്ങാണ്ട് കിട്ടിയതാണ്. അപ്പൊ നമുക്ക് പല പല സാധനങ്ങൾ ഇങ്ങനെ ഓരോ തട്ടിലായിട്ട് ഇട്ട് വെക്കാം. അപ്പൊ ഞാനിവിടെ നമുക്കിപ്പോ ഉപ്മാവിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ സൺഫ്ലവർ സീഡ്സ് ഉണ്ടല്ലോ, സൺഫ്ലവർ സീഡ്സ് ഇടും. പിന്നെ വാൾനട്ട് ഇടും, വാൾനട്ട് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ കപ്പലണ്ടി യൂസ് ചെയ്യുന്നവരുണ്ട്, ഞാനിപ്പോ യൂസ് ചെയ്യുന്നില്ല. കശുവണ്ടി അതൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് രണ്ടും, പിന്നെ നമ്മുടെ ഒരു സീഡൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പംകിൻ സീഡ്. അപ്പം ഇത് 3 ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ഇൻഗ്രീഡിയൻസ്, നമ്മൾ കുറച്ച് നെയ്യ് കുറവാട്ടോ, വേറെ കുപ്പിയിരിപ്പുണ്ട്. പിന്നെ കുറച്ച് ഓയിലും യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ റവ, ചൂടുവെള്ളം, നോർമൽ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യും. ഓക്കെ, അതിലേക്ക് നമുക്ക് പാൻ വെച്ചിട്ട് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒരു സ്പൂണ്, പിന്നെ കുറച്ച് ഓയിലും. ഓക്കെ, നമ്മളിത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. കുറച്ച് ബഹളം കാണും, കാരണം ഞാൻ എക്സോസ്റ്റ് ഓൺ ആക്കി വെച്ചേക്കാണ്. അപ്പൊ നല്ല ഇരപ്പ് കാണും, പിന്നെ ലൈവായിട്ടെല്ലാം എടുക്കുന്നതിന്റെ ഒരു ബഹളവും കാണും കേട്ടോ. അപ്പൊ ഒന്ന് ക്ഷമിക്കണേ. അപ്പൊ കടുകിന് റെഡിയാക്കി വെച്ചേക്കാണ്. ഇതൊന്ന് ചൂടായിക്കോട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കൊന്ന് തീ കുറച്ചിട്ട് അങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ ആ സമയം കൊണ്ട് അവൻ പൊട്ടി റെഡിയാവും. ഓക്കെ, അപ്പം ഇവനായിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിനകത്ത് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് ഉള്ളിയും കൂടെ ആഡ് ചെയ്യാം. നെസ് പൊട്ടിത്തെറിക്കുന്നുണ്ട്, അതാണ് കുഴപ്പം. നമുക്ക് വലിയൊരു പണി തരും ഇവര്. ഉണ്ടാക്കി കഴിയുമ്പോ ഇവിടെ എല്ലാം വൃത്തിയാക്കണം. ഇവനെ നന്നായിട്ട് വഴണ്ട് വരട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്ന കൂട്ടത്തിൽ ഉപ്പുമാവിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഉപ്പ് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഉപ്പില്ലാത്ത ഉപ്പുമാവ് നിങ്ങൾ കഴിച്ചത്. അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്, ഉപ്പുമാവിനും കൂടെ വേണ്ടുന്ന ഉപ്പ് ഞാനിപ്പോ ഇതിനകത്തോട്ട് ഇടുവാണേ. ഇനി കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഇടാം.
ഉപ്പും ഒക്കെ ഇട്ട് ഉള്ളിയും പെട്ടെന്ന് റെഡിയാവും. നമുക്ക് ക്യാരറ്റ് കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ക്യാരറ്റിന് ഇച്ചിരി വേവ് ഉള്ളതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുമല്ലോ, അപ്പൊ നമുക്ക് ഇപ്പോഴേ ഇവനെ ആഡ് ചെയ്ത് റെഡിയാക്കാം. നമുക്ക് ഈ വേണ്ടിയ നട്ട്സ്, നമുക്ക് വേണ്ടുന്ന നട്ട്സ് ഒക്കെ ആയിട്ടുള്ള പംകിൻ സീഡ് ഇതെല്ലാം ഇതിനകത്തോട്ട് കിടന്നോട്ടെ, നോ പ്രോബ്ലം. കുറച്ച് പംകിൻ സീഡ്, കുറച്ച് വാൾനട്ട് ഞാനൊന്ന് പൊടിച്ചിടുക. ഒന്നോ രണ്ടോ 3 മാക്സിമം 3. നമുക്ക് വാൾനട്ട് ഒന്നും അത്ര രുചിയൊന്നും ഇഷ്ടമല്ലല്ലോ, അപ്പൊ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ കഴിച്ചു, അത് ഗുണമുള്ളതാണ്. പിന്നെ സൺഫ്ലവർ സീഡ് നല്ല ഗുണമുള്ള കാര്യമാണ്. അപ്പൊ അതും കുറച്ച്, ഒത്തിരി ഒന്നും വേണ്ട, ഒത്തിരി ആയാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അപ്പൊ കുറച്ച് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഉപ്പുമാവിന്റെ കൂടെ ആകുമ്പോൾ നമ്മൾ അറിയാതെ, കുട്ടികളാണെങ്കിൽ ഇതൊക്കെ കഴിക്കും, നമ്മളാണെങ്കിൽ, നമുക്ക് വലിയവർക്കാണെങ്കിൽ പോലും ഇതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ ചുമ്മാ കഴിക്കാൻ. അപ്പം നമ്മളും ആണെങ്കിൽ ഇങ്ങനെ കഴിച്ചു. എക്സോസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ല ബഹളമാണ്. എക്സോസ്റ്റ് ഞാൻ ഇട്ടതല്ലെങ്കിൽ ഇവിടെ ഞാൻ ചുമച്ച് മരിക്കും. ഓക്കെ, അങ്ങനെ എക്സോസ്റ്റ് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇവനൊന്ന് റെഡി ആയിക്കോട്ടെ. ഞാൻ തീ ഇച്ചിരി ഒന്ന് കൂട്ടി വെക്കട്ടെ. അപ്പൊ ഇവര് റെഡി ആവുന്നിടം വരെ ഞാനൊന്ന് വീഡിയോ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വരാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഉപ്പുമാവ് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. സ്റ്റീലാകുമ്പം പെട്ടെന്ന് ഇത് കരിയും, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. എന്നെക്കാട്ടും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാനാണ് ഇതൊക്കെ പുതിയതാ. ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്ക് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെടുത്തപ്പോ അത്ര വശമില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് 2 കപ്പ് റവ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു ഡബ്ബ ഇത് അറിയാമല്ലോ, ഇത് ഐക്യന്ന് കിട്ടുന്നത് നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് ഇങ്ങനത്തെ പൊടികളും നമുക്ക് എന്തെങ്കിലും പൾസസും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം. നല്ല ജാർ. ഓക്കെ, നമ്മളിപ്പോ റവ ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ചേക്കുവാണേ. നമുക്ക് ഇതും ഇവിടെ മിക്സ് ചെയ്യാം. ഒരു നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷമേ ഞാൻ വെള്ളം ഒഴിക്കത്തുള്ളൂ. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതൊന്ന് ചൂടായിക്കോട്ടെ. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് 2 കപ്പ് റവയാണെങ്കിൽ ഞാനൊരു 2.25 കപ്പ് വെള്ളം ഒഴിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കും. അപ്പോഴത്തേനും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉപ്പുമാവ് കിട്ടും. ഓക്കെ, അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. ഓക്കെ, അപ്പൊ നമ്മുടെ റവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടോ എന്ത് കളർഫുൾ ആയിട്ടുള്ള ഉപ്പുമാ അല്ലേ? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പച്ചയും ഓറഞ്ചും മഞ്ഞ കളർ പോലെ ബേജ് കളറും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാനും നല്ല ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കും, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അത് അബ്സോർവ് ആയിട്ട് കട്ടയായി. അപ്പൊ നമ്മള് ഞാനിപ്പോ 2.25 2.5 അതിനിടയ്ക്കുള്ള അളവിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചെറുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. എല്ലായിടത്തോട്ടും വെള്ളം ചെല്ലുന്ന പോലെ എല്ലായിടത്തോട്ടും ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി ഞാൻ എല്ലാം ഒന്ന് ഇളക്കുകയാണ്. പെട്ടെന്ന് ഇത് വെള്ളം വലിച്ചെടുക്കുമല്ലോ, അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തോട്ടും വെള്ളം ഒന്ന് ചെല്ലുന്ന പോലെ. ഇനി നമ്മള് അയ്യത്തൊക്കെ ഇറങ്ങി കിളയ്ക്കുന്ന പോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തൂമ്പായിട്ട് കിളയ്ക്കുന്ന പോലെ ഒന്ന് കിളയ്ക്കുക, റെഡിയാക്കുക. കുറച്ച്
ബലം വേണം നമ്മൾ ഈ ഉപ്മാവ് ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, പക്ഷെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, നമുക്ക് ഇഷ്ടപ്പെടും. കട്ട കട്ടത്തില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. അപ്പൊ നല്ലതായിട്ടൊന്ന് വേവും, റവ നല്ലതായിട്ടൊന്ന് വെന്ത് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കും. അപ്പൊ ഈ കട്ടകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ കട്ടയില്ല, നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും കട്ട കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് അതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി മാറ്റാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാണ്. തീ നന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ്, അതെല്ലാരും ശ്രദ്ധിക്കണം. സോ ഉപ്മാവ് ആവുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എടുത്ത പാത്രം എല്ലാം നമുക്ക് കഴുകി വെക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ അടച്ചു വെച്ച സമയം കൊണ്ട് ഞാൻ എല്ലാം പോയി ഒന്ന് കഴുകി വെക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ഉപ്മാവ് റെഡി ആകുമ്പോഴത്തേനും നമ്മുടെ ക്ലീനിങ്ങും കഴിയും. പിന്നെ നമുക്ക് ഈ അടുപ്പിന്റെ അവിടെയൊക്കെ ഈ സ്റ്റൗവിന്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ തീർക്കാനും പറ്റും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഉപ്മാവ് ഒന്ന് തുറന്നു നോക്കാം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വന്ന് തീ ഓഫ് ചെയ്തായിരുന്നു, എന്നിട്ടൊന്ന് അടച്ചു വെച്ചേക്കുമായിരുന്നു, തുറന്നിട്ടില്ലായിരുന്നു. അപ്പം ഇത് ആവി വന്ന് നന്നായിട്ട് ഇത് ഇരുന്ന് വേവും. അപ്പൊ നമ്മൾ തുറന്നു നോക്കുമ്പോ കണ്ടോ, കട്ടയൊന്നും ഇല്ലാത്ത ഉപ്മാവ് നമുക്ക് കിട്ടും. ഇപ്പൊ അബദ്ധവശാൽ നമുക്ക് കട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കുമ്പോ ഇത് മാറും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ്, നല്ല ഉപ്മാവാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലോട്ടൊന്ന് പകർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ എല്ലാരും കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? നല്ല നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഡൗട്ട്. സോ എല്ലാരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല ഗുണമുള്ളതാണ്. എല്ലാം നെയ്യും നമ്മളൊന്നും വേണ്ടാത്ത ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം ചിലർക്കാണെങ്കിൽ ഇത് കുഴഞ്ഞിരിക്കുന്ന ഉപ്മാവിന്റെ രീതിയിലാണ് ഇഷ്ടം. ഇതിപ്പോ ജസ്റ്റ് നമുക്ക് തരിതരിയായിട്ട് നമുക്ക് കിട്ടും, നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ വ്യൂസും കമന്റ്സും സജഷൻസും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഞങ്ങൾക്ക് റിപ്ലൈ തരിക എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സോ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ, ഞങ്ങളുടെ വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. അയ്യോ, കഴിക്കാൻ വരട്ടെ. ഒരു മിനിറ്റ്. എങ്ങനെയുണ്ടെന്ന് പറയോ? നല്ലാണോ നോക്കിയിട്ട് പറ കേട്ടോ. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല, അഭിപ്രായം പറഞ്ഞോ. നല്ല മണമുണ്ട്, ചുമ്മാ പറയല്ല, നല്ല മണമുണ്ട്. സോഫ്റ്റ് ആണോ അതോ നല്ല അല്ലേ? അതാണ്, എല്ലാം ചേർന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഉപ്പെല്ലാം കറക്റ്റ് ആണ്, എല്ലാം പാകത്തിനാണ്. ഓക്കെ, അപ്പൊ പ്രശ്നമില്ല, സൂപ്പറാണ്. എല്ലാരും ട്രൈ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? Okay, let's go.